ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ചാല് പൊട്ടിക്കണത് കാണാൻ വേണ്ടി പോയിട്ട് വലിച്ചു പോയെന്ന്. അപ്പനാണെങ്കിൽ ആ പോലീസ് ഓടിച്ചിട്ട്. പക്ഷെ അപ്പം വിട്ടുകൊടുത്തില്ല. വെളുപ്പാങ്കാലത്തെ അപ്പം ചാല് പൊട്ടിക്കണത് പോയി കാവലിരുന്ന് ചാല് പൊട്ടിച്ച് കരിമീനും കിലോപ്പിയും തുമ്പച്ചയൊക്കെ ആയിട്ടാണ് വീട്ടിൽ വന്നത്. അപ്പൊ ഈ കരിമീനും പിലോപ്പിയൊക്കെ നിങ്ങൾ എങ്ങനെയാ ഇത്ര വെളുപ്പിച്ചെടുക്കണമെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ പലരും. ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ? ഇതിന്റെ മുള്ളും ചിറകൊക്കെ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞ ശേഷം കല്ലിലിട്ട് പോയി ജിങ്കി ചിക്കാന്ന് പറഞ്ഞ് പോയി ഉരക്കും. അപ്പൊ അതുപോലെ വെളുത്ത് വരും. കുറച്ച് കഷ്ടപ്പെടണം കേട്ടോ. പക്ഷെ ചെത്തി കളഞ്ഞാൽ നല്ല സൂപ്പറായിട്ട് കിട്ടും. പക്ഷെ ചെത്താൻ എനിക്കറിയാൻ പാടില്ല. അപ്പോഴേ നമ്മളിന്ന് കരിമീൻ നല്ല തേങ്ങാപ്പാലിലാണ് കേട്ടോ കറി വെക്കണത്. പിന്നെ 2 പിലോപ്പി ഉണ്ടായിരുന്നില്ലേ, അത് ഞാൻ വറുക്കാനായിട്ട് നല്ല മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതേ വറുക്കാനിട്ടിട്ടുണ്ട്. പക്ഷെ ഒരെണ്ണത്തിന്റെ വാലങ്ങ് മുറിഞ്ഞു പോയെന്നേ. ഞാൻ പക്ഷെ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കരിമീൻ കറിയുടെ 2ാം പാല് തിളച്ച് ഇതേ ചാറൊക്കെ കുറുകി വന്നപ്പോഴത്തേക്ക് അതിലോട്ട് തലപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി തിളപ്പിക്കണ്ട കേട്ടോ. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അടുപ്പത്ത് നിന്ന് ഇറക്കി താഴെ വെക്കാം. അങ്ങനെ നമ്മുടെ കരിമീൻ കറിയും പിലോപ്പി വറുത്തതൊക്കെ റെഡി ആയപ്പോഴത്തേക്കും പിന്നെ എനിക്ക് ക്ഷമ ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം തന്നെ ഇതേ ചോറെടുത്ത് കഴിക്കാൻ വേണ്ടി ഇരുന്നേ. ഇതാണ് തീറ്റ കാണുമ്പോൾ കണ്ണ് കാണൂലെന്ന് പറയണത്. ഇതേ കണ്ട കണ്ണാണമ്പളാണ്ട് ഞാൻ കഴിക്കണമെന്ന് നോക്കിയത്. പിന്നെ എന്റെ കുർണാപ്പി വേണ്ട കേട്ടോ പാത്രമുള്ള കേട്ടോ.